സ്റ്റുഡൻസ്, ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് വളരെ ഇൻട്രസ്റ്റിംഗും വളരെ ബേസിക്കുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ 10th മുതലേ പഠിച്ചു വരുന്ന ഒരു ടോപ്പിക്കാണ്. CSIR-ന് ഇതിനകത്ത് ഡയറക്റ്റ് ചോദ്യം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് ചോദ്യം കാണില്ല. പക്ഷെ നമുക്ക് ഈ ഒരു ആശയം, ഇതിന്റെ ഒരു കൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് കിട്ടുള്ളൂ. CSIR-നുപരി ബാക്കി കെമിസ്ട്രി പഠിക്കുന്ന ഏതൊരു സ്റ്റുഡന്റിന്, ഇപ്പൊ PSC പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിലും ഈ ഒരു ആശയം, ഇതിന്റെ ഒരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് ഇതാണ്, മോൾ കൺസെപ്റ്റ് ആണ്. നമ്മൾ 10 തൊട്ടേ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് മോൾ കൺസെപ്റ്റ്. അത് വളരെ കുട്ടികൾ വളരെ പ്രയാസമാണെന്ന് പറയുന്ന ഒരു ടോപ്പിക്കും അത് തന്നെയാണ്. നമുക്ക് അതിന്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അത് വളരെ അതിന്റെ ബേസിക്, നമുക്ക് എന്ത് അറിഞ്ഞിരുന്നാൽ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CSIR-ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡെൻസിറ്റി ഓഫ് എ യൂണിറ്റ് സെൽ വെച്ചുകൊണ്ടുള്ള പ്രോബ്ലം. അതിൽ ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡെൻസിറ്റി റോ ഇസ് ഇക്വൽ ടു ZM/A³ ആ ഒരു സിമ്പിൾ ഇക്വേഷൻ ബൈ ഹാർട്ട് ആക്കി വെച്ചിരിക്കുന്നവർ അത് അതേപോലെ അങ്ങ് അപ്ലൈ ചെയ്യും. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് അതേപോലെ അപ്ലൈ ചെയ്താൽ കിട്ടണമെന്നില്ല. കാര്യം ഒരു ആറ്റത്തിന്റെ മാസ് ആണോ, മോളിക്കുലർ മാസ് ആണോ, അല്ല ഗ്രാം മോളിക്കുലർ മാസ് ആണോ തന്നിരിക്കുന്നതെന്നൊക്കെ അറിയണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അത് ചില ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ അകത്ത് അവഗാഡ്രോ നമ്പർ ആഡ് ചെയ്യേണ്ടി വരില്ല. ആറ്റത്തിന്റെ മാസ് ഡയറക്റ്റ്ലി തന്നിരിക്കുകയാണെങ്കിൽ അവഗാഡ്രോ നമ്പർ ആഡ് ചെയ്യേണ്ടി വരത്തില്ല. അത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ മനസ്സിലാവും. നമുക്കിനി ഈ എല്ലാ ടോപ്പിക്കും കൂടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ബാക്കി ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതായത് ഇൻക്ലൂഡിങ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നോക്കാം. ഇതിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എന്താണ് മോള്, എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ആറ്റത്തിൽ എങ്ങനെയാണ്, മോളിക്കൂളിൽ എങ്ങനെയാണ്, അതൊക്കെയാണ് ഇതിന്റെ അകത്ത് ഇന്നത്തെ വീഡിയോയിൽ എടുക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. മോൾ കൺസെപ്റ്റ് എന്ന ആശയം 10th മുതൽ അങ്ങോട്ടുള്ള ഏത് സ്റ്റുഡന്റിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് മോൾ കൺസെപ്റ്റ്. കെമിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് തുടങ്ങാം. മോൾ കൺസെപ്റ്റ് എന്താണ്? മോൾ കൺസെപ്റ്റ് നമ്മൾ അതിനു മുന്നേ നമുക്ക് പറഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. എപ്പോഴാണ് ഈ ഒരു ആശയം, ഈ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ, നമുക്കൊരു ആറ്റത്തിന്റെ മാസ് എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ട് വാല്യൂ ആയിരിക്കും. ആ ഒരു ആറ്റത്തിന്റെ മാസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യണം. ആറ്റത്തിന്റെ മാസ് എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്ക് ഗ്രാമിലോ കിലോഗ്രാമിലോ ഒന്നുമല്ല എക്സ്പ്രസ് ചെയ്യുന്നത്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു യൂണിറ്റ് വേണം. മൈന്യൂട്ട് ക്വാണ്ടിറ്റി എക്സ്പ്രസ് ചെയ്യുന്ന ഒരു യൂണിറ്റ്. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു യൂണിറ്റ് ആണ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയും, AMA, അല്ലെങ്കിൽ യൂണിഫൈഡ് മാസ് എന്ന് പറയും, യൂണിഫൈഡ് മാസ്. അങ്ങനെ നമ്മൾ ആറ്റത്തിന്റെ മാസ് ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആറ്റത്തിന്റെ മാസ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ യൂണിറ്റ് ആണ് യൂണിഫൈഡ് മാസ്. 10th ക്ലാസ് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, 10ാം ക്ലാസ്സിലെ പഠിക്കുന്ന ഒരു കാര്യം. CSIR-ന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഒരു യൂണിറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് യൂണിഫൈഡ് മാസ് എന്ന് പറയുന്നത്. യൂണിഫൈഡ് മാസ് നമ്മൾ ഓരോന്നിന്റെ യൂണിഫൈഡ്, ബേസിക് ആയിട്ടുള്ള യൂണിഫൈഡ് മാസ്, എല്ലാത്തിന്റെയും യൂണിഫൈഡ് മാസ് ഉണ്ട്. ഞാൻ ഇപ്പൊ ഇവിടെ എഴുതാൻ പോണ വളരെ കുറച്ച് ആറ്റത്തിന്റെ എലമെന്റ്സിന്റെ യൂണിറ്റ് മാസ് ആണ്. ഹൈഡ്രജന്റെ 1U ആണ്. ഇത് U എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് മാസ്. എന്താണ് ഒരു U എന്നൊക്കെ അറിയാം. ഒരു യൂണിഫൈഡ് മാസ് എന്ന് പറഞ്ഞാൽ കാർബൺ 12 ആറ്റത്തിന്റെ മാസുമായിട്ട് റിലേറ്റ് ചെയ്താണ് പറയുന്നത്. കാർബൺ 12 ആറ്റത്തിന്റെ മാസ് എത്രയാണോ അതിന്റെ 1/12 ആണ് ഒരു U ആയിട്ട് എടുക്കുന്നത്. അതായത് 1 യൂണിഫൈഡ് മാസ് ഈസ് ഈക്വൽ ടു 1/12 മാസ് ഓഫ് എ കാർബൺ 12 ആറ്റം. അതിനെ വിളിക്കുന്ന പേരാണ് 1 യൂണിഫൈഡ് മാസ്. എല്ലാ ആറ്റത്തിന്റെ മാസ് എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് ഏതാണ്? യൂണിഫൈഡ് മാസ്. ഒരു യൂണിഫൈഡ് മാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് 1/12 മാസ് ഓഫ് എ കാർബൺ 12 ആറ്റം. അതായത് ഹൈഡ്രജന്റെ മാസ് 1U ആണ്. ഹീലിയം എന്ന് പറഞ്ഞാൽ 4 ആണ്, 4 യൂണിഫൈഡ് മാസ്. കാർബൺ എന്ന് പറഞ്ഞാൽ 12 ആണ്. നൈട്രജൻ 14 ആണ്. ഓക്സിജൻ 16 ആണ്. അതേപോലെ സൾഫർ 32, ക്ലോറിൻ 35.5 ആണ്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, 10th പഠിക്കുന്ന കാര്യം. ഇതിൽ നിന്നാണ് മോൾ കൺസെപ്റ്റിലോട്ട് വരുന്നത്. നോക്കാം എങ്ങനെയാണ് വരുന്നത്. ഇതെല്ലാം യൂണിഫൈഡ് മാസിലാണ്. ഒരു യൂണിഫൈഡ് മാസ് എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം ആണ്? അതായത് 1.6606 into 10⁻⁻27 കിലോഗ്രാം ആണ് 1 യൂണിഫൈഡ് മാസ് എന്ന് പറഞ്ഞാൽ. ഇത്രയും, ഇതൊരു ചെറിയ വാല്യൂ ആണ്. അതിനാണ് 1 യൂണിഫൈഡ് മാസ് എന്ന് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോണ കാര്യം ശ്രദ്ധിച്ചു കേട്ടാണോ. യൂണിഫൈഡ് മാസിനെ ഞാൻ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ പിന്നെ അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് വിളിക്കും. അതിനെ വിളിക്കുന്ന പേര് ഗ്രാം അറ്റോമിക് മാസ്. ഈ ഒരു യൂണിഫൈഡ് മാസിനെ, ഇതെല്ലാം യൂണിഫൈഡ് മാസിലാണ്, ഇതിനെല്ലാം ഞാൻ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. 1 ഗ്രാം ഹൈഡ്രജൻ, 4 ഗ്രാം ഹീലിയം, 12 ഗ്രാം കാർബൺ, ഇങ്ങനെ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്ത് അതിനെ വിളിക്കുന്ന പേരാണ് അതിനെ വിളിക്കുന്ന പേര് ഗ്രാം അറ്റോമിക് മാസ്. ഇനി എടുക്കുകയാണ്. അതായത് 1 ഗ്രാം അറ്റോമിക് മാസ് എടുക്കുക. 1 ഗ്രാം അറ്റോമിക് മാസ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആയിരിക്കും?
ഇതിനെ നേരെ ഗ്രാമിലോട്ട് പറഞ്ഞാൽ മതി. എത്ര ഗ്രാം ആയിരിക്കും? അത് 1 ഗ്രാം ആയിരിക്കും. 1 ഗ്രാം ആയിരിക്കും. അതേപോലെ 1 ഗ്രാം അറ്റോമിക് മാസ് ഹീലിയം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആയിരിക്കും? 4 ഗ്രാം ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? 1 ഗ്രാം അറ്റോമിക് മാസ് ഹീലിയം എന്ന് പറഞ്ഞാൽ 4 ഗ്രാം ആയിരിക്കും. ഒന്നുമില്ല, ഈ അറ്റോമിക് മാസിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇതിനെല്ലാം ഇപ്പൊ അടുത്ത എക്സാം 1 ഗ്രാം അറ്റോമിക് മാസ് ആരും എടുക്കുന്നു? 1 ഗ്രാം അറ്റോമിക് മാസ് സൾഫർ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര ഗ്രാം ആയിരിക്കും? 32 ഗ്രാം ആയിരിക്കും. ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ചിരിക്കണേ, ഏതൊരു സബ്സ്റ്റൻസും 1 ഗ്രാം അറ്റോമിക് മാസ് ആണ് എടുക്കുന്നതെങ്കിൽ, ഏതൊരു സബ്സ്റ്റൻസും 1 ഗ്രാം അറ്റോമിക് മാസ് ആണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ അകത്തുള്ള നമ്പർ ഓഫ് ആറ്റംസ് സെയിം ആയിരിക്കും. 1 ഗ്രാം അറ്റോമിക് മാസ് ഏതൊരു സബ്സ്റ്റൻസ് എടുത്താലും അതിലുള്ള ആറ്റംസ്, 1 ഗ്രാം അറ്റോമിക് മാസ് ഹൈഡ്രജൻ എടുത്താലും 1 ഗ്രാം അറ്റോമിക് മാസ് ഹീലിയം എടുത്താലും 1 ഗ്രാം അറ്റോമിക് മാസ് സൾഫർ എടുത്താലും ലോകത്തുള്ള ഏതൊരു സബ്സ്റ്റൻസും 1 ഗ്രാം അറ്റോമിക് മാസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ അകത്തുള്ള നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ആയിരിക്കും. അത് എത്രയെന്ന് ചോദിച്ചാൽ അത് 6.022 into 10⁻23 ആയിരിക്കും. ഏതൊരു സബ്സ്റ്റൻസും 1 ഗ്രാം അറ്റോമിക് മാസ് എടുത്താൽ അതിന്റെ അകത്തുള്ള നമ്പർ ഓഫ് ആറ്റംസ് സെയിം ആയിരിക്കും. എത്രയായിരിക്കും? 6.022 into 10⁻23 ആറ്റംസ് ആയിരിക്കും. ഈ ഒരു വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് അവോഗാഡ്രോ നമ്പർ. അവോഗാഡ്രോ നമ്പർ നമുക്ക് അറിയാവുന്ന കാര്യം. അവോഗാഡ്രോ നമ്പർ, ഇതിനെ വിളിക്കുന്ന പേര് അവോഗാഡ്രോ നമ്പർ എന്നാണ്. അവോഗാഡ്രോ നമ്പർ. ഇനി അതേപോലെ നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യം ആറ്റംസിനെ പറ്റിയാണ്. ഇനി നമ്മൾ നേരെ മോളിക്യൂളിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഹൈഡ്രജൻ ആറ്റമായിട്ടല്ല, ഹൈഡ്രജൻ മോളിക്യൂളാണ്. അതായത് ഈ ഒരു ഹൈഡ്രജന്റെ മോളിക്യൂൾ നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ഇവിടെ ആറ്റത്തിൽ നിന്ന് മാറി മോളിക്യൂളിൽ കൺസിഡർ ചെയ്യുന്നത് H2 എടുക്കുകയാണെങ്കിൽ അതിന്റെ മാസ് എത്രയായിരിക്കും? ഹൈഡ്രജൻ ആണെങ്കിൽ 1 ആയിരിക്കും. അപ്പൊ അതിന്റെ മോളിക്കുലാർ മാസ് എടുക്കുകയാണെങ്കിൽ എത്രയായിരിക്കും? 2 ഗ്രാം ആയിരിക്കും. 2 ആയിരിക്കും. ഇവിടെ യൂണിറ്റിൽ പറയുകയാണെങ്കിൽ 2U ആയിരിക്കും. ഇതിന്റെ H2 എടുക്കുകയാണെങ്കിൽ അത് 2U ആയിരിക്കും. 2U. അതേപോലെ നൈട്രജൻ N2 എടുക്കുകയാണെങ്കിൽ അതിന്റെ മോളിക്കുലാർ മാസ് എത്രയായിരിക്കും? 28 ആയിരിക്കും. ഇതിന്റെ എല്ലാം മോളിക്യൂൾ ഓക്സിജൻ ആണെങ്കിൽ 32 ആയിരിക്കും. അതെല്ലാം യുവിലായിരിക്കും. ഇനി അതിനെ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നേരത്തെ ചെയ്ത അതേപോലെ അവിടെ ആറ്റത്തിന്റെ മാസിനെ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇത് നമ്മൾ പറയുന്നത് മോളിക്യൂളാണ്. മോളിക്യൂളിന്റെ മാസിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ അതിന്റെ പേര് എന്താ വിളിക്കും? ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് വിളിക്കും. അതിനെ വിളിക്കുന്ന പേര് ഗ്രാം മോളിക്കുലാർ മാസ്. മോളിക്കുലാർ മാസിനെ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്ത് അതിനെ വിളിക്കുന്ന പേര് ഗ്രാം മോളിക്കുലാർ മാസ്. ഹൈഡ്രജന്റെ മോളിക്യൂൾ എടുക്കുന്നു, അതിന്റെ മാസ് എത്രയാണ്? 2U ആണ്. അതിനെ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതായത് ഹൈഡ്രജൻ 1 ഗ്രാം മോളിക്കുലാർ മാസ് ഹൈഡ്രജൻ എന്ന് എടുക്കുകയാണ്. 1 ഗ്രാം മോളിക്കുലാർ മാസ് ഹൈഡ്രജൻ. ഇതിന്റെ മാസ് എത്രയായിരിക്കും? 2 ഗ്രാം ആയിരിക്കും. അതായത് യു ആയിരുന്നു, യുവിനെ ഗ്രാമിലോട്ട് മാറ്റി, പിന്നെ അതിന്റെ പേര് എന്താണ്? ഗ്രാം മോളിക്കുലാർ മാസ്. ഇനി 1 ഗ്രാം മോളിക്കുലാർ മാസ് നൈട്രജൻ എന്ന് എടുക്കുന്നു. നൈട്രജൻ അപ്പൊ അതിന്റെ മാസ് എത്രയായിരിക്കും? നൈട്രജൻ ആറ്റം ആയിരുന്നെങ്കിൽ 40, മോളിക്കൂൾ ആണെങ്കിൽ 28 ഗ്രാം ആയിരിക്കും. ഇനി 1 ഗ്രാം മോളിക്കുലാർ മാസ് ക്ലോറിൻ എത്ര വരും? 35.5 into 2. Cl2 ആണെങ്കിൽ ഇതിന്റെ ഡബിൾ എടുക്കും, 71 എന്ന് വരും. അപ്പൊ എത്ര വരും? 71 ഗ്രാം എന്ന് വരും. നേരത്തെ പഠിച്ച അതേ കൺസെപ്റ്റ്. 1 ഗ്രാം മോളിക്കുലാർ മാസ് ഏതൊരു മോളിക്യൂൾ എടുത്താലും 1 ഗ്രാം മോളിക്കുലാർ മാസ് ഏതൊരു മോളിക്യൂൾ എടുത്താലും അതിന്റെ അകത്തുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആയിരിക്കും. നേരത്തെ പറഞ്ഞത് നമ്പർ ഓഫ് ആറ്റംസ് ആണ്. ഇവിടെ പറയുന്ന കാര്യം ഏതൊരു മോളിക്യൂളും 1 ഗ്രാം മോളിക്കുലാർ മാസ് എടുത്താലും അതിന്റെ അകത്തുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആയിരിക്കും. അത് എത്രയായിരിക്കും? 6.022 into 10⁻23 മോളിക്യൂൾ ആയിരിക്കും. അത്രയും മോളിക്യൂൾ. 1 ഗ്രാം മോളിക്കുലാർ മാസ് ഹൈഡ്രജൻ എടുത്താൽ ഇതിന്റെ എത്ര കാണും? അവോഗാഡ്രോ നമ്പർ. ഇതിന് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ Na ആയിരിക്കും. അപ്പൊ Na മോളിക്യൂൾ ഉണ്ടായിരിക്കും. Na മോളിക്യൂൾ. ഇവിടെയും Na മോളിക്യൂൾ. 2 ഗ്രാം മോളിക്കുലാർ മാസ് എടുക്കുകയാണെങ്കിൽ 2 into അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് ഗ്രാം അറ്റോമിക് മാസ്, ഇവിടെ ഗ്രാം മോളിക്കുലാർ മാസ്, ഇവിടെ അവോഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടായിരിക്കും, ഇവിടെ അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾ ഉണ്ടായിരിക്കും. ഏത് കേസിൽ? 1 ഗ്രാം അറ്റോമിക് മാസ് ആണെങ്കിൽ, ഇവിടെ 1 ഗ്രാം മോളിക്കുലാർ മാസ് ആണെങ്കിൽ. ഇത്രേ ഉള്ളൂ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി നമുക്ക് മോൾ കൺസെപ്റ്റ് ഡീപ്പായിട്ടുള്ള കാര്യത്തിലേക്ക് പോവാം. മോൾ കൺസെപ്റ്റ് നോക്കാം. മോൾ കൺസെപ്റ്റ് ഇതാ നമ്മൾ പഠിച്ച കാര്യം. എന്താണ് മോൾ എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മോൾ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു 1 ഗ്രാം അറ്റോമിക് മാസ് എടുക്കുകയാണെങ്കിൽ അതിൽ എന്ത് കാണും? അവോഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടായിരിക്കും. 1 ഗ്രാം മോളിക്കുലാർ മാസ് എടുത്താൽ അതിൽ അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. എന്താണ് മോൾ എന്ന് പറഞ്ഞാൽ? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിന്റെ എമൗണ്ടിനെ കാണിക്കുന്ന യൂണിറ്റ്. നമുക്ക് വെയിറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് കിലോഗ്രാം.
ലെങ്ത് സെന്റിമീറ്റർ മീറ്റർ അങ്ങനെയുള്ള യൂണിറ്റ്. അതായത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ഒരു സബ്സ്റ്റൻസിന്റെ എമൗണ്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് ആണെന്ന് മോൾ എന്ന് പറയുന്നത്. സബ്സ്റ്റൻസിന്റെ എമൗണ്ട് എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് മോള്. എന്താണ് ഒരു മോള് എന്ന് ചോദിച്ചാൽ ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കണ്ടെയ്നിങ് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ദ എമൗണ്ട് ഓഫ് എനി സബ്സ്റ്റൻസ് കണ്ടെയ്നിങ് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ. അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ 6.022 into 10⁻23. ഇത്രയും പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കാം? അതിനെ 1 മോൾ എന്ന് വിളിക്കാം. അതിന് എഴുതുന്നത് 1 മോൾ, ഇങ്ങനെ എഴുതുന്നത് 1 മോൾ. MOL എന്നും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. നമ്മൾ ജനറൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് 1 മോൾ, ഇങ്ങനെയാണ് MOL മോൾ. അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കാം? മോൾ എന്ന് വിളിക്കാം. എന്താണ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ? ആറ്റംസ് ആകാം, മോളിക്യൂൾ ആകാം, എന്തും ആകാം, അയോൺസ് ആകാം, എന്തും ആകാം. അതിന് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് 1 മോൾ എന്ന് വിളിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ 1 മോൾ ഹൈഡ്രജൻ എത്ര ഗ്രാം ആയിരിക്കും? 1 ഗ്രാം ആയിരിക്കും. 1 ഗ്രാം ആയിരിക്കും. 1 മോൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 1 ഗ്രാം ആയിരിക്കും. അതിൽ എത്ര ആറ്റംസ് ഉണ്ടായിരിക്കും? അവഗാഡ്രോ നമ്പർ റെപ്രസെന്റ് ചെയ്തത് Na ആറ്റംസ് ഉണ്ടായിരിക്കും. Na ആറ്റംസ് ഉണ്ടായിരിക്കും. 1 മോൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ Na ആറ്റംസ്. 1 മോൾ H2 എത്ര ഗ്രാം ആയിരിക്കും? 1 മോൾ H2 എന്ന് പറഞ്ഞാൽ എത്ര? ഇതിന്റെ മോളിക്കുലാർ മാസ് ആയിരിക്കും. അപ്പൊ എത്ര ആയിരിക്കും? 2 ഗ്രാം ആയിരിക്കും. അപ്പൊ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും? Na ഇവിടെ എന്തെന്ന് എഴുതും? നേരത്തെ ആറ്റംസ് എന്ന് എഴുതി, ഇവിടെ എന്തെന്ന് എഴുതും? മോളിക്യൂൾ എന്ന് എഴുതും. ഇവിടെ മോളിക്യൂൾ എന്ന് എഴുതും. മോളിക്യൂൾ, Na മോളിക്യൂൾ. ഇനി അതേപോലെ ഇനി നമ്മൾ നേരത്തെ പഠിച്ച ഒരു ടേബിളിലോട്ട് മാറ്റിയാണ് ഗ്രാം അറ്റോമിക് മാസ്, ഗ്രാം മോളിക്കുലാർ മാസ്. അങ്ങനെ മാറ്റുമ്പോൾ ഇവിടെ എന്തെന്ന് വരും? ഇവിടെ എന്തെന്ന് എഴുതും? മോളിക്കുലാർ മാസിലോട്ട് മാറ്റുകയാണെങ്കിൽ അതായത് 1 ഗ്രാം അറ്റോമിക് മാസ് എന്ന് എഴുതി കൂടെ. 1 ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 1 മോൾ ആറ്റം എന്നാണ്. ഇവിടെ എന്തെന്ന് എഴുതും? 1 ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് എഴുതാം. അതവിടെ നിൽക്കട്ടെ, നമുക്ക് അത് വേണ്ട, അതവിടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 1 ഗ്രാം അറ്റോമിക് മാസ് എന്ന് എഴുതാം. ഇവിടെ 1 ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് എഴുതാം. ഇനി അതേപോലെ 1 മോൾ ഓക്സിജൻ ആറ്റം. 1 മോൾ ആറ്റം, ഇവിടെ 1 മോൾ മോളിക്യൂൾ. 1 മോൾ ആറ്റം, ഇവിടെ 1 മോൾ മോളിക്യൂൾ. ഇവിടെയും 1 മോൾ ഓക്സിജൻ ആറ്റം. എത്ര ഗ്രാം എഴുതും? ഓക്സിജൻ ആണെങ്കിൽ അവിടെ നോക്കണം 16 ഗ്രാം ആയിരിക്കും. അങ്ങനെ എത്ര ആറ്റംസ് ഉണ്ടായിരിക്കും? Na ആറ്റംസ് ഉണ്ടായിരിക്കും. Na ആറ്റംസ്. ഇനി അതേപോലെ 1 മോൾ ഓക്സിജൻ മോളിക്യൂൾ, O2 മോളിക്യൂൾ. എത്ര ഗ്രാം എഴുതും? ഇവിടെ ഓക്സിജന്റെ മോളിക്കുലാർ മാസ്, ഒരു ഓക്സിജൻ 16, രണ്ട് ഓക്സിജൻ 32 ഗ്രാം ആയിരിക്കും. ഇവിടെ എന്ത് എഴുതും? Na ആറ്റംസ്, സോറി Na മോളിക്യൂൾസ്. Na മോളിക്യൂൾസ്. ഇനി ഇവിടെ ആറ്റംസ് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതും? ഇവിടെ ആറ്റംസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഇതിന്റെ അകത്ത് എത്ര മോളിക്യൂൾ ഉണ്ടോ അതിനെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? ഒരു മോളിക്യൂളിൽ എത്ര ആറ്റം ഉണ്ടെന്ന് നോക്കണം. ഒരു മോളിക്യൂളിൽ എത്ര ആറ്റം ഉണ്ട്? 2 ആറ്റം. ടോട്ടൽ എത്ര മോളിക്യൂൾ ഉണ്ട്? Na. അപ്പൊ എത്ര ആറ്റംസ് കാണും? 2 into Na ആറ്റംസ്. 2 into Na ആറ്റംസ്. ഈ 2 എവിടെ നിന്ന് വന്നു? ഓക്സിജൻ 2 എണ്ണം ഉണ്ട്. ഒരു മോളിക്യൂൾ എടുത്താൽ 2 ഓക്സിജൻ ഉണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ്, ഈ 2 വിളിക്കുന്ന പേരാണ് അറ്റോമിസിറ്റി എന്ന് വിളിക്കും. അതിനെ വിളിക്കുന്ന പേര് അറ്റോമിസിറ്റി. അതേപോലെ ഇവിടെയും പറഞ്ഞേ, ഇവിടെ എത്ര മോളിക്യൂൾ ഉണ്ടായിരിക്കും? ടോട്ടൽ എത്ര മോളിക്യൂൾ ഉണ്ട്? അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾ ഉണ്ട്. ഒരു മോളിക്യൂളിൽ എത്ര ആറ്റം? 2. അപ്പൊ 2 into അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടായിരിക്കും. അത്രയും ആറ്റംസ്. ഇനി വേറെ എക്സാമ്പിൾ, 1 മോൾ വാട്ടർ എടുക്കുകയാണെങ്കിൽ, 1 മോൾ വാട്ടർ H2 എടുക്കുകയാണെങ്കിൽ ഇതിവിടെ എത്ര ഗ്രാം ആയിരിക്കും? 1 മോൾ വാട്ടർ എടുക്കുകയാണെങ്കിൽ എത്ര ഗ്രാം ആയിരിക്കും? ഇതിന്റെ മോളിക്കുലാർ മാസ്, ഇതിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണം. ഗ്രാം മോളിക്കുലാർ മാസ്, ഇതിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് എത്രയാണ്? H2യുടെ ഗ്രാം മോളിക്കുലാർ മാസ് 18 ആണ്. 18 ചെയ്ത് നോക്കിയാൽ മതി. 2 ഹൈഡ്രജൻ, ഒരു ഓക്സിജൻ, 18. ഇവിടെ എത്ര എഴുതും? 18 ഗ്രാം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത്ര മോളിക്യൂൾ ഉണ്ടായിരിക്കും. 1 മോൾ എന്ന് പറഞ്ഞാൽ കണ്ണും കൂട്ടി എഴുതാൻ എത്രയാണെന്ന്? Na. അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും. അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇനി ഇവിടെ എത്ര ആറ്റംസ് ഉണ്ടായിരിക്കും? 1 മോൾ H2 എടുക്കുകയാണെങ്കിൽ എത്ര ആറ്റംസ് ഉണ്ടായിരിക്കും? 1 മോൾ H2 എടുക്കുകയാണെങ്കിൽ എത്ര ആറ്റംസ് ഉണ്ടായിരിക്കും? ഇതിന്റെ അറ്റോമിസിറ്റി എത്രയും നോക്കണം. ഇതിന്റെ അറ്റോമിസിറ്റി, അതായത് ഒരു മോളിക്യൂളിൽ എത്ര ആറ്റംസ് ഉണ്ടെന്ന് നോക്കണം. ഒരു മോളിക്യൂളിൽ എത്ര ആറ്റംസ് ഉണ്ട്? 3 ആറ്റംസ് ഉണ്ട്. 2 ഹൈഡ്രജൻ ആറ്റം, ഒരു ഓക്സിജൻ ആറ്റം. അപ്പൊ എന്തെഴുതും? 3 into നമ്പർ ഓഫ് മോളിക്യൂൾ. നമ്പർ ഓഫ് മോളിക്യൂൾ എത്ര? Na. 3 into നമ്പർ ഓഫ് മോളിക്യൂൾ. ഇത്രയും ആറ്റംസ്, 3 Na ആറ്റംസ് ഉണ്ടായിരിക്കും. 3 Na ആറ്റംസ്. ജനറൽ ആയിട്ട് എങ്ങനെ ഇക്വേഷൻ എഴുതാന്ന് പറയാം. അതിന് മുന്നേ ഇപ്പൊ 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് എത്ര ഗ്രാം ആയിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ 12, ഓക്സിജൻ 16 ആണ്. ഓക്സിജൻ 32 plus 12 44 എന്ന് വരും.
44 ഗ്രാം. അതുകൊണ്ട് അത് ചെയ്ത് നോക്കണം. 44 ഗ്രാം എത്ര മോളിക്കൂൾ ഉണ്ടായിരിക്കും? Na മോളിക്കൂൾ ഉണ്ടായിരിക്കും. Na മോളിക്കൂൾ. 1 മോൾ ആണെങ്കിൽ അപ്പോഴേ കണ്ണും പൂട്ടി Na എന്ന് എഴുതാം. പിന്നെ നോക്കാനുള്ളത് മോളിക്കൂൾ ആണോ ആറ്റം ആണോ നോക്കണം. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്കൂൾ ആണ്, അതുകൊണ്ട് മോളിക്കൂൾ. ഇവിടെ വേറെ ആറ്റം തന്നിരുന്നെങ്കിൽ Na ആറ്റം എന്ന് എഴുതിയാണ്. ഫിസിക്കൽ. ഇനി എത്ര ആറ്റംസ് ഉണ്ടായിരിക്കും? ഇതിന്റെ അറ്റോമിസിറ്റി നോക്കണം. അറ്റോമിസിറ്റി എത്ര വരും? ഒരു കാർബണും 2 ഓക്സിജനും. അറ്റോമിസിറ്റി 3 into Na ആറ്റംസ്. ഇത്രയും ആറ്റംസ് ഉണ്ടായിരിക്കും. ഇനി നമുക്കൊരു ഗ്രാം ആണ് തന്നിരിക്കുന്നതെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇത് 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് തരികയാണ്. 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ഇങ്ങോട്ട് എഴുതണം. എത്ര മോൾ ഉണ്ടെന്ന് അറിയണം. എങ്ങനെ എഴുതും? ഇത് എഴുതുന്നത് എങ്ങനെയായിരിക്കും? 88 എത്ര ആണോന്ന് അറിയാം. 88നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 88 ഡിവൈഡഡ് ബൈ ഇതിന്റെ ഒരെണ്ണത്തിന്റെ മാസ്. ഒരു മോളിന്റെ മാസ് 44 ആണ്. അപ്പൊ എത്ര വരും? 2 ആയിരിക്കും. അപ്പൊ എത്ര മാസ് ആയിരിക്കും? 2 മോൾ ആയിരിക്കും. 2 മോൾ കാർബൺ ഡൈ ഓക്സൈഡ്. ജനറലൈസ് ചെയ്യാം. ഇക്വേഷൻ ജനറലൈസ് ചെയ്യാം. എങ്ങനെ ജനറൽ ഇക്വേഷൻ എഴുതാൻ നോക്കാം. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നമ്പർ ഓഫ് മോൾസ് ഇവിടെ ഇത് തന്നിരിക്കുന്ന മാസ് നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ മാസ് ആണ്. എത്രയാണോ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അത് ഗിവൺ മാസ് അല്ലെങ്കിൽ മാസ് ഇൻ ഗ്രാം. ഗ്രാമിൽ തന്നിരിക്കുന്ന മാസ് ഗിവൺ മാസ് ഓർ മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഈ 44 എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് അല്ലേ? ഇതിന്റെയൊക്കെ മോളിക്കുലാർ മാസ്. ഇതെന്താണ്? ഇത് ഗ്രാം അറ്റോമിക് മാസ്. ആറ്റത്തിന്റെ മാസ്. ഇത് ഗ്രാം മോളിക്കുലാർ മാസ്. ഇതാണ് ഇക്വേഷൻ. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഗിവൺ മാസ് ഡിവൈഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. ഇതേപോലെ നമുക്ക് ആറ്റമാണ്. ഈ ഒരു കേസ് ആണെങ്കിൽ എന്ത് എഴുതും? ഈ ഒരു കേസ് ആണെങ്കിൽ ഇക്വേഷൻ ഇതേപോലെ തന്നെ. ഇവിടെ മാത്രം മാറ്റം വരും. ഡിനോമിനേറ്റർ ഗ്രാം അറ്റോമിക് മാസ് എന്ന് വരും. അപ്പൊ നമ്പർ ഓഫ് മോൾസ് എന്ന ഇക്വേഷൻ എങ്ങനെ വരും? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ എന്ത് വരും? ഗ്രാം അറ്റോമിക് മാസ് എന്ന് വരും. പ്രോബ്ലം ചെയ്യുമ്പം ഇത് കറക്റ്റ് മനസ്സിലാവും. ജസ്റ്റ് ഇപ്പൊ തിയറി എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇവിടെ നമ്മൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിച്ചു. എങ്ങനെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിച്ചു? എങ്ങനെയാണ്? അതിന്റെ ഇക്വേഷൻ ഇവിടെ പറയൂ. നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്ര മോൾ ഉണ്ടോ, 1 മോൾ ഉണ്ടെങ്കിൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് മോളിക്യൂൾസ് അതിന്റെ ഇക്വേഷൻ. നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ ഇക്വേഷൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എത്ര മോൾ ഉണ്ടെന്ന് പറയാം. ഇവിടെ 1 മോൾ ഉണ്ടെങ്കിൽ അവഗാഡ്രോ നമ്പർ. ഇവിടെ 2 മോൾ ആണെങ്കിൽ എന്ത് വരും? 2 into അവഗാഡ്രോ നമ്പർ. ഇവിടെ 3 ആണെങ്കിൽ 3 into അവഗാഡ്രോ നമ്പർ. അപ്പൊ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് മോൾസിന് എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. എത്ര മോൾ ഉണ്ട്? 1 മോൾ ഉണ്ടെങ്കിൽ ഒരു Na മോളിക്യൂൾ കാണും. 2 മോൾ ഉണ്ടെങ്കിൽ 2 അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. അപ്പൊ എത്ര മോൾ ഉണ്ടോ അതിന് അവഗാഡ്രോ നമ്പർ കൊണ്ട് ഗുണിച്ചാൽ എന്തായി? നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇനി ഇതേപോലെ നമ്പർ ഓഫ് ആറ്റംസ് ആണെങ്കിൽ ഇവിടത്തെ പോലെ നോക്കി പറയണം. നമ്പർ ഓഫ് മോളിക്യൂൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 1 മോള് 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് Na മോളിക്യൂൾ ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമ്പർ ഓഫ് മോളിക്യൂൾസിനെ എന്തുകൊണ്ട് ഗുണിച്ചു? ഇവിടെ ഇതെല്ലാം നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരുന്നു. അതിന് എന്തുകൊണ്ട് ഗുണിച്ചു? ആറ്റംസ് കണ്ടുപിടിക്കാൻ. ഇതിനെ വിളിച്ച പേരായിരുന്നു അറ്റോമിസിറ്റി. അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസിനെ അറ്റോമിസിറ്റി കൊണ്ട് ഗുണിച്ചു. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻറ്റു അറ്റോമിസിറ്റി. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് 4 ഇക്വേഷൻ. ഈ ഒരു 4 ഇക്വേഷൻ ഇതിനൊരു എക്സാമ്പിൾ ഓരോന്നിനെ എക്സാമ്പിൾ വെച്ച് ചെയ്യാം. അപ്പൊ കുറച്ചുകൂടെ മനസ്സിലാവും. ഇപ്പൊ 90 ഗ്രാം വാട്ടർ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. 90 ഗ്രാം വാട്ടർ ഇത് എത്ര മോളാണെന്ന് കണ്ടുപിടിക്കണം. ദ ഇക്വേഷൻ. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കും. ഈ ഇക്വേഷൻ എടുക്കോ അതെങ്ങനെ കണ്ടുപിടിക്കും? ഇതില് മോളിക്യൂൾ ആണോ ആറ്റം ആണോ നോക്കണം. അപ്പൊ ഇത് മോളിക്യൂൾ ആണ്. അപ്പൊ ഏത് ഇക്വേഷൻ എടുക്കും? ദ ഇക്വേഷൻ എടുക്കണം. നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കാൻ. നമ്പർ ഓഫ് മോൾ ഈസ് ഈക്വൽ ടു ഗിവൺ മാസ്, തന്നിരിക്കുന്ന മാസ് 90 ഡിവൈഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. വാട്ടറിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് 18 ആണ്. ഈസ് ഈക്വൽ ടു എത്ര വരും? 5. യൂണിറ്റ് എന്ത് വരും? യൂണിറ്റ് എന്താണ് കണ്ടുപിടിച്ചത്? മോൾ അല്ലേ. അപ്പൊ 5 മോൾ എന്ന് വരും. 5 മോള്. ഇനി അടുത്തത് ഇതിന്റെ അകത്തുനിന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ്. എത്ര മോൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു?
5 അതിന് അവഗാഡ്രോ നമ്പർ കൊണ്ട് ഗുണിച്ചാൽ മതി. കിട്ടി. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ. ഇനി നമ്പർ ഓഫ് ആറ്റംസ് ആണ് ചോദിച്ചിരിക്കുന്നെങ്കിലോ, നമ്പർ ഓഫ് ആറ്റംസ് ആണ് ചോദിച്ചിരിക്കുന്നെങ്കിൽ എത്ര മോളിക്കൂൾ ഉണ്ടോ, നമ്പർ ഓഫ് മോളിക്കൂൾസ്, എത്ര മോളിക്കൂൾ ഉണ്ടോ അതിന് അറ്റോമിസിറ്റി കൊണ്ട് ഗുണിക്കണം. എത്ര മോളിക്കൂൾ ഉണ്ട്? അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്കൂൾ ഉണ്ട്. അറ്റോമിസിറ്റി എത്രയാണ്? വാട്ടറിന്റെ അറ്റോമിസിറ്റി എത്ര? അറ്റോമിസിറ്റി സിമ്പിൾ. എത്ര? 2 ഹൈഡ്രജനും 1 ഓക്സിജനും. അറ്റോമിസിറ്റി 3 × 3 15 Na ആറ്റംസ്. 15 Na ആറ്റംസ്. ഇവിടെ എത്ര വരും? ഇവിടെ എന്താ എഴുതും? 15 Na മോളിക്കൂൾ ആണ്. മോളിക്കൂൾ. വെരി സിമ്പിൾ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻസ്. ചുമ്മാ കൺസെപ്റ്റ് വെച്ച് പറയാവുന്നേ ഉള്ളൂ. ഇനി ഇങ്ങനെയാണ് ചോദിച്ചിരുന്നെങ്കിലോ, ഇതിന്റെ അകത്ത് എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ടെന്ന് ചോദിച്ചിരുന്നെങ്കിൽ, ഇതിന്റെ അകത്ത് എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ടെന്ന് ചോദിച്ചിരുന്നെങ്കിൽ, ഈ 90 ഗ്രാം വാട്ടറിനകത്ത് എത്ര ഓക്സിജൻ ആറ്റംസ്? വളരെ സിമ്പിൾ. എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് മോളിക്കൂൾ എത്രയാണെന്ന് അറിയാം. നമ്പർ ഓഫ് മോളിക്കൂൾ എത്രയാണെന്ന് അറിയാം. ആ നമ്പർ ഓഫ് മോളിക്കൂളിന് അറ്റോമിസിറ്റി, നമ്പർ ഓഫ് മോളിക്കൂൾ 5 ആണ്. 5 Na. ഇതിനെ അറ്റോമിസിറ്റി കൊണ്ട് തന്നെ, അറ്റോമിസിറ്റി കൊണ്ട് ഗുണിച്ചാൽ ആറ്റംസ് ആയി. അറ്റോമിസിറ്റി കൊണ്ട് ഗുണിച്ചാൽ ആറ്റംസ് ആയി. ഇവിടെ ആരുടെ അറ്റോമിസിറ്റി മാത്രമേ എടുക്കാവൂ? ഓക്സിജൻ അല്ലേ? ഓക്സിജൻ ആണെങ്കിൽ ഓക്സിജന്റെ 1 കൊണ്ട് ഇൻറ്റു ചെയ്യും. ഇവിടെ ഓക്സിജൻ ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് 1. ഇനി അടുത്ത ഇവിടെ ഹൈഡ്രജൻ ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻറ്റു ഹൈഡ്രജൻ അറ്റോമിസിറ്റി. ഹൈഡ്രജൻ അറ്റോമിസിറ്റി 2 ആണ്. അപ്പൊ എത്ര വരും? 10 Na. ഇവിടെ എത്ര വരും? 5 Na. 5 Naയും 10 Naയും കിട്ടും. 5 Na ഓക്സിജൻ ആറ്റം ഉണ്ടായിരിക്കും, 10 Na ഹൈഡ്രജൻ ആറ്റം ഉണ്ടായിരിക്കും. രണ്ടും കൂടി കൂട്ടുമ്പോൾ 15 Na ആവില്ലേ ടോട്ടൽ? അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ്, ബേസിക് ആയിട്ട്. അവിടെ കാണാൻ പഠിക്കാനൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള. ഇനി നമുക്ക് പാർട്ടിക്കിൾ വെച്ചുള്ള നോക്കാം. 1 മോൾ ഏതൊരു സബ്സ്റ്റൻസ് എടുത്താലും 1 മോൾ ആറ്റം എടുത്താൽ അതിനെന്ത് കാണും? 1 മോൾ ആറ്റം എടുത്താൽ അവഗാഡ്രോ നമ്പർ ആറ്റംസ് ഉണ്ടായിരിക്കും. 1 മോൾ മോളിക്കൂൾ എടുത്താൽ എന്ത് കാണും? 1 മോൾ മോളിക്കൂൾ എടുക്കുകയാണെങ്കിൽ അവഗാഡ്രോ നമ്പർ മോളിക്കൂൾ ഉണ്ടായിരിക്കും. മോളിക്കൂൾ ഇത് ബേസിക് ആയിട്ട് ഇത്രയും പറഞ്ഞു വെച്ചുള്ള കൺസെപ്റ്റ് ആണ്. 1 മോൾ ആറ്റം, അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റം, 1 മോൾ മോളിക്കൂൾ എടുത്താൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്കൂൾ. ഇനി ഞാൻ പറയുന്നു 6.022 into 10⁻23. ഇതെന്ന് പറഞ്ഞാൽ എത്ര മോളാണെന്ന് പറയണം. എത്ര മോള്? ഒന്നുമില്ല, അവഗാഡ്രോ നമ്പർ ആണ്, അതുകൊണ്ട് കണ്ണും കൂട്ടി എഴുതുക. എത്ര മോള്? 1 മോള്. ഇനി അടുത്തത് 12.044 into 10⁻23. ഇത് എത്ര മോളായിരിക്കും? ഇത് കാണുമ്പോഴേ അറിയാം ഇതിന്റെ ഡബിൾ ആണ് ഈ എഴുതിയിരിക്കുന്നതെന്ന്. അപ്പൊ എത്ര വരും? 2 മോൾ ആയിരിക്കും. പാർട്ടിക്കിൾ ഇത് ആറ്റമോ മോളിക്കൂളോ, ആറ്റം ആയിക്കോട്ടെ മോളിക്കൂൾ ആയിക്കോട്ടെ, അതെന്തോ അതിനെപ്പറ്റി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ പാർട്ടിക്കിൾസിന്റെ എണ്ണം മാത്രം നോക്കിയാൽ മതി. 6.022 into 10⁻23 ആണെങ്കിൽ കണ്ണും കൂട്ടി എഴുതാം 1 മോൾ. 12.044 into 10⁻23 ആണെങ്കിൽ എത്ര മോൾ ആയിരിക്കും? 2 മോൾ ആയിരിക്കും. അത് നമുക്ക് അറിയാവുന്നത് കൊണ്ട്. ഇനി ഒരു വലിയൊരു സംഖ്യയാണ് ചോദിച്ചതെങ്കിൽ ഇതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയും? തന്നിരിക്കുന്ന പാർട്ടിക്കിൾ എത്രയാണോ 12.044 into 10⁻23 ഡിവൈഡഡ് ബൈ തന്നിരിക്കുന്ന എത്രയാണ്? അവഗാഡ്രോ നമ്പർ 6. തന്നിരിക്കുന്ന ഇത് അവഗാഡ്രോ നമ്പർ 6.022 into 10⁻23. ഇത് കട്ട് ചെയ്ത് പോയി എത്ര കിട്ടും? 2 മോൾ എന്ന് കിട്ടും. 2 മോൾ. ഇനി വേറൊരു 3.011 into 10⁻23. ഇതാണ് എത്ര മോളെന്ന് ചോദിച്ചെങ്കിൽ ഇങ്ങനെ പിടിച്ചാൽ ഇതേപോലെ തന്നെ ഗിവൺ പാർട്ടിക്കിൾസ് എത്ര? 3.011 into 10⁻23. അതിനെ എന്തുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം? അവഗാഡ്രോ നമ്പർ 6.022 into 10⁻23. അപ്പൊ എത്ര വരും? 0.5 എന്ന് വരും. 0.5 മോള്. ഇവിടെ ഹാഫ് അല്ലെങ്കിൽ 0.5 മോൾ എന്ന് വരും. 0.5 മോള്. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. 6.022 into 10⁻24. ഇത് എത്ര പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ എങ്ങനെ എഴുതും? 6 പോയിന്റ്. അപ്പൊ എന്ത് പറയും? ക്വസ്റ്റ്യൻ തെറ്റാണെന്ന് പറയും? ഇല്ല. ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതും? 6.022 into 10⁻24 നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 6.022 into 10⁻24 ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ 6.022 into 10⁻23. ക്യാൻസൽ ചെയ്യും, ഇത് ക്യാൻസൽ ചെയ്യും. ഇക്വൽ ടു 10 എന്ന് വരും. 10 മോൾ ഇക്വൽ ടു 10 മോൾ. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ജനറലൈസ് ചെയ്ത ഇക്വേഷൻ എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വരികയാണെങ്കിൽ
നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഇതെല്ലാം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലേ? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ എന്ത്? എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട്? അവോഗാഡ്രോ നമ്പർ കൊണ്ട്. ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ ഓർ എൻ എ. അവോഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇത് അടുത്ത ഇക്വേഷൻ. എത്ര ഇക്വേഷനായി? 5 ഇക്വേഷനായി. ഇത് രണ്ടും ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് മോൾസ്. ഇത് രണ്ടും കണ്ടുപിടിക്കുന്നത് മാസ് തന്നിരുന്നാൽ. ഇത് മോളിക്കൂൾ ആണെങ്കിൽ ഇത് ആറ്റം ആണെങ്കിൽ. ആറ്റം തന്നിരുന്നാൽ ഇങ്ങനെ കണ്ടുപിടിക്കും, മോളിക്കൂൾ തന്നിരുന്നാൽ ഇങ്ങനെ കണ്ടുപിടിക്കും. ഇത് നമ്പർ ഓഫ് മോൾസ്. എന്ത് തന്നാൽ? പാർട്ടിക്കിൾ തന്നിരുന്നാൽ. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇതിന്റെ കൺസെപ്റ്റ്. ഇത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞായിരുന്നു ഇത് CSIR-ന് ഇതേപോലെ ഡയറക്റ്റ് ചോദ്യങ്ങളോ ഒന്നുമില്ല. ഇത് കൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. 10th വരെയുള്ള കുട്ടികൾക്കാണ് ഇത് വളരെ ഇത്രയും ഇത് വെച്ചുള്ള പ്രോബ്ലം ചോദിക്കുന്നത്. CSIR-ന് ഒരിക്കലും ഇങ്ങനെ ചോദിക്കില്ല. CSIR ഇതിന്റെ കൺസെപ്റ്റ് വെച്ചുകൊണ്ടുള്ള ബാക്കി രീതിയിലുള്ള ചോദ്യങ്ങളെ വരുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ കൺസെപ്റ്റ് മാത്രം CSIR-ന് വേണ്ടി പഠിച്ചിരിക്കണം. ഇതെന്താണ് മോള് എന്നുള്ള ആശയം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇനി ഇതിന്റെ STP സ്റ്റാൻഡേർഡ് കണ്ടീഷൻ, ടെമ്പറേച്ചർ, പ്രഷർ, അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിലും, അതേപോലെ CSIR-ന്റെ ഇത് വെച്ചുകൊണ്ട് നമുക്കുള്ള പ്രോബ്ലംസ്, നമുക്ക് അത് എങ്ങനെ അവന്റെ പ്രോബ്ലംസ് ഈ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് സോൾവ് ചെയ്യാന്നൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. ഇത് മനസ്സിലാകാൻ തോന്നുന്നു.